അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്തു യാസീനിൻ്റെ അവസാനത്തെ 2 ആയത്തുകൾ മാത്രമാണ് ഇനി എടുക്കാൻ ബാക്കിയുള്ളത്. ഇതിനു മുമ്പുള്ള എല്ലാ ആയത്തുകളും ഓരോ പാട്ടായി നമ്മൾ തജ്വീദോടുകൂടി എങ്ങനെ മനോഹരമായ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എങ്ങനെയാണോ അവതരിച്ചത് അതേ പ്രകാരം നിബിതങ്ങൾ സ്വഹാബത്തിന് ഓതിക്കൊടുത്തു. സ്വഹാബത്ത് മുഖേന കൈമാറി നമ്മളിലേക്ക് എത്തി. അതുകൊണ്ട് എങ്ങനെയാണോ നിബിതങ്ങൾക്ക് ജിബ്രീൽ മുഖാന്തരം ഇറങ്ങിയത് അതേ രൂപത്തിൽ ഓതേണ്ട രൂപം എങ്ങനെയാണെന്ന് കൃത്യമായി കൈമാറി നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ പല ആളുകളും അത് തെറ്റായ രൂപത്തിൽ ഓതാറുണ്ട്. എന്നാൽ അതങ്ങനെയൊന്നും ഓതാതെ എങ്ങനെയാണോ യഥാർത്ഥ രൂപത്തിൽ പാരായണം ചെയ്യേണ്ടത് അതിന് നമ്മളൊരു ഉദാഹരണമായി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായി ജീവിതത്തിൽ ഓതിക്കൊണ്ടിരിക്കുന്ന ആ യാസീൻ സൂറത്തിനെ തന്നെ നമ്മൾ എടുക്കുകയും ഇന്നത്തോടുകൂടി അഥവാ ഈ ഒരു വീഡിയോയോടുകൂടി യാസീൻ സൂറത്ത് അവസാനിക്കുകയും ചെയ്യും. ഇതോടുകൂടി അള്ളാഹു അതിനെ നല്ല രീതിയിൽ പാരായണം ചെയ്യാനും നല്ല രീതിയിൽ അത് പ്രാവർത്തികമാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പല ആളുകളും പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഇല്ലെങ്കിൽ ഈ ക്ലാസ് കേൾക്കുന്ന ആളുകളൊക്കെ ഇത് കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കുകയും ഒരുപക്ഷെ ഓതി നോക്കാറൊക്കെ ഉണ്ട്. എന്നാൽ അത് പിന്നീട് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുമില്ല. എന്നാൽ അങ്ങനെ ആകരുത്. നമ്മൾ നിരന്തരമായി പാരായണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴാണോ പാരായണം ചെയ്യുന്നത് അന്ന് ഇത് പ്രാവർത്തികമാക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ആദ്യം 1-2 വട്ടം കാരണം ഇതുവരെ നമ്മൾ തെറ്റായ രൂപത്തിൽ ഓതി പഠിച്ചതാണ് എങ്കിൽ പെട്ടെന്ന് ആ തെറ്റായ രൂപം മാറ്റി ശരിയായ രൂപത്തിലേക്കാക്കാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ അത് തുടക്കം മാത്രമേ ഉണ്ടാവൂ. പിന്നീട് അതങ്ങോട്ട് നല്ല രീതിയിൽ ഓതാനും കഴിയും. മാത്രമല്ല ഈ യാസീൻ സൂറത്ത് മാത്രം തജ്വീദോടുകൂടി പഠിച്ചാൽ തന്നെ പരിശുദ്ധ ഖുർആൻ്റെ ഏതു ഭാഗത്തും എങ്ങനെയും കാണാതെ ആയാലും കണ്ടുകൊണ്ടായാലും ഖുർആൻ ഓതുന്ന സമയത്ത് ഈ തജ്വീദ് അനുസരിച്ച് ഓതാൻ ഓട്ടോമാറ്റിക്കായി നമുക്ക് കഴിയും. അന്ന് നമ്മൾ ഈ നിയമമൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ സ്ഥലത്തും ഏതുപോലെ എന്നറിയോ, നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഗിയർ മാറ്റുന്ന സമയത്ത് ഗിയറിലേക്ക് നോക്കും, അതേപോലെ ആക്സിലേറ്ററിലേക്ക് നോക്കും, അതുപോലെ തന്നെ ബ്രേക്ക് പിടിക്കേണ്ട സമയത്ത് നമ്മൾ താഴത്തേക്ക് നോക്കും. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന മാഷ് പറയും അങ്ങോട്ടേക്ക് നോക്കാതെ തന്നെ ഇതൊക്കെ ചെയ്യണമെന്ന് പറയും. പക്ഷെ നമുക്ക് ആദ്യമൊന്നും കഴിയില്ല. പിന്നീട് ഓട്ടോമാറ്റിക്കായി നമ്മൾ വേറെ ചിന്തയിലാണ് എങ്കിൽ പോലും ചിലപ്പോൾ ഫോൺ കോളിലായിരിക്കും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടായിരിക്കും, എന്നാൽ പോലും നമ്മൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കായി ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് പരിശുദ്ധ ഖുർആൻ്റെ റൂട്ട്. തുടക്കത്തിൽ ഒന്ന് ശ്രദ്ധിക്കുകയും താഴത്തേക്ക് നോക്കുന്നത് പോലെ തന്നെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ നിയമങ്ങളൊക്കെ നോക്കി ഓതേണ്ടി വരും. പക്ഷേ കുറച്ചങ്ങ് എത്തിക്കഴിയുമ്പോൾ ഇത് നമ്മിൽ വളരെ മനോഹരമായി തന്നെ നമ്മൾ പോലും അറിയാതെ പരിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് നിയമങ്ങളൊക്കെ കൃത്യമായി നമ്മളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തുടക്കം മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏതായാലും ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യത്തെ ആയത്ത് അഥവാ 82ാമത്തെ ആയത്ത്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഇന്ന മണിക്കണം, നൂൻ മീം എന്നീ 2 അക്ഷരങ്ങൾ ഷദ്ദ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ മണിക്കണം എന്നത് തജ്വീദിൻ്റെ പൊതുവായ ഒരു നിയമമാണ്. ഇന്നമാ അംറുഹു, ആ മീമിൻ്റെ മേലെ ഈ ഒരു രൂപത്തിൽ അഥവാ മദ്ദിൻ്റെ അടയാളമാണ്, ഒരു അടയാളം കാണാൻ കഴിയും. അങ്ങനെ അടയാളം നിങ്ങൾ എവിടെ കണ്ടാലും സാധാരണഗതിയിൽ നീട്ടേണ്ടതിനേക്കാൾ കുറച്ച് കൂടുതൽ നീട്ടിയേക്കണം. ഇന്നമാ അംറുഹു എന്ന് ഓതേണ്ടതിന് പകരം ഇന്നമാ കുറച്ച് കൂടുതൽ നീട്ടി. ഇന്നമാ അംറുഹു, അവിടെ അടയാളം കാണാൻ കഴിയും. ഹാഇന് ശേഷം ഇന്നമാ അംറുഹു ഇദാ, പിന്നെ കിട്ടാൻ വേണ്ടി മദ്ദു വന്നു. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ സാധാരണ ഓതുമ്പോൾ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ എന്ന് ഓതി പോകാറാണ് പതിവ് പല ആളുകളും. എന്നാൽ അതൊക്കെ ഇനി മാറ്റണം. ഇന്നമാ അംറുഹു ഇദാ അറാദ. ഇദാ, ദാലിൻ്റെ മഖ്റജ് നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും. ഇദാ
إذا أراد شيئا أن يقول ഇദ്ഗാം ബിഗുന്നയാണ്, അഥവാ സുക്കൂനുള്ള നൂനിന് ശേഷം. ഇതിവിടെ സുക്കൂനുള്ള നൂന് സംഭവിച്ചു, അൻ കണ്ടില്ലേ. ഈ സുക്കൂനുള്ള നൂനിന് ശേഷം യാ, വാവ്, മീമ്, നൂന് ഈ 4 അക്ഷരങ്ങൾ വന്നാലും ആദ്യത്തെ അക്ഷരത്തിന് രണ്ടാമത്തെ അക്ഷരത്തിലേക്ക് ചേർക്കണം. എങ്ങനെ ചേർക്കുക? 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 1 ചേർക്കണം, 2 മണിക്കണം. എങ്ങനെയാണ് ചേർക്കൽ നോക്കാം. അൻ യഖൂമ എന്നാണ് ശരിക്കും വേണ്ടത് അല്ലേ? എങ്ങനെയാണ്? അൻ യഖൂമ. എന്നിവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നതുകൊണ്ട് ഇവിടെ ആദ്യം നമുക്ക് ചേർക്കണം. അൻ യഖൂമ എന്നുള്ളത് അയ്യഖൂമ എന്നാക്കി. അയ്യഖൂമ എന്നാക്കി. രണ്ടാമത് മണിക്കണം. അയ്യ മണിച്ചു, കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളൊരു നിയമം കൂടി മനസ്സിലാക്കി. സുക്കൂനുള്ള നൂനിന് ശേഷം യാ, വാവ്, മീമ്, നൂൻ ഈ 4 അക്ഷരങ്ങൾ വന്നാൽ ചേർക്കുകയും മണിക്കുകയും ചെയ്യണം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ചേർക്കണം, മണിക്കണം. ചേർക്കൽ എങ്ങനെയാണെന്ന് മനസ്സിലായി, മണിക്കലും എങ്ങനെയാണെന്ന് വ്യക്തമായി. അയ്യഖൂല, യഖൂ, ഖാഫ് ശ്രദ്ധിക്കണം. ഖാഫിന്റെ മഖ്റജ് നാവിന്റെ അങ്ങേയറ്റം മേലെ അണ്ണാക്കിൽ തൊടുക. അയ്യഖൂല ലഹു കുൻ ഫ, അവിടെയും മണിക്കണം. സുക്കൂനുള്ള നൂനിന്റെ രണ്ടാമത്തെ ഒരു നിയമമാണ് ഇഖ്ഫാ എന്ന് പറയുന്നത്. അഥവാ സുക്കൂനുള്ള നൂനിന് ശേഷം 15 അക്ഷരങ്ങൾ സ്ക്രീനിൽ കാണാം. ഈ 15 അക്ഷരങ്ങൾ വന്നാൽ അവിടെ മറച്ച് മണിച്ച് ഉച്ചരിക്കണം. മറക്കൽ എങ്ങനെയാണ്, മണിക്കൽ എങ്ങനെയാണ് നോക്കാം. മണിക്കൽ എങ്ങനെയാണെന്ന് മനസ്സിലായി. അയ്യഖൂല പറഞ്ഞതുപോലെ ഫ, ഇതാണ് മണിക്കൽ. ഇനി മറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉസ്താദേ? മറക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്ക് കുൻ ഫ എന്നാ വേണ്ടത്. എങ്ങനെ? കുൻ ഫ. ഇവിടെ നൂനിന്റെ മഖ്റജിൽ നാവ് തൊടാതെ കുൻ എന്ന് പറയാതെ ക്വ ഫ എന്ന് പറയുന്നു. അഥവാ മറച്ചു വെക്കുക. യഥാർത്ഥ നൂനിന്റെ മഖ്റജിൽ നാവ് കൊണ്ടു ചെല്ലാതെ എന്നാൽ ഏകദേശം അതിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോയി തരിമു കൊണ്ട് മണിക്കുന്നു. അഥവാ അവിടെ മറച്ചു വെക്കുന്നു. നൂനിന്റെ മഖ്റജിനെ നമ്മളവിടെ മറച്ചു വെച്ചു. ഇതാണ് മറച്ച് മണിക്കുക. അഥവാ ഒരു തട്ടിപ്പ് അവിടെ കാണിച്ചു എന്നർത്ഥം. കുൻഫ എന്ന് ഓതേണ്ട സ്ഥലത്ത് ക്വാഫ എന്നോതി. ഇതാണ് ഇഖ്ഫാ. അയ്യഖൂല ലഹു കുൻ ഫയകൂൻ. ആയത്തൊന്നുകൂടി ഓതി നോക്കാം. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ശേഷം അവസാന ആയത്താണ് ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. സുബ് കുതുബ് ജദ്ദിന്റെ അക്ഷരമാണ്. ഖുതുബ് ജദ്. ഈ 5 അക്ഷരങ്ങൾക്ക് സുക്കൂൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വളരെ വ്യക്തമായി ആ അക്ഷരത്തെ ഉച്ചരിക്കണം. ഫസുബ്ഹാന എന്ന് ഓതേണ്ടതിന് പകരം ഫസുബ് ബ് എന്ന് വ്യക്തമാക്കണം എന്നർത്ഥം. ഫസുബ്ഹാനല്ലദീ ശ്രദ്ധിക്കണം. ഹ ഇന്ന മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം അഥവാ എന്ന ശബ്ദം പുറപ്പെടണം. ഫസുബ്ഹാനല്ലദീ ദാലിന്റെ മഖ്റജ് പറഞ്ഞു. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിൽ മുട്ടിക്കുക. ഫസുബ്ഹാനല്ലദീ ബിയദിഹി ശേഷം മലകൂതു കുല്ലി ശൈഇൻ വ. എന്താ ഇവിടെ നിയമം? ഇദ്ഗാം ബിഗുന്ന. നേരത്തെ നമ്മൾ പറഞ്ഞു സുക്കൂനുള്ള നൂൻ അതുപോലെ തൻവീൻ, ഇത് രണ്ടുമാണ് നമ്മൾ അടിസ്ഥാനമാക്കേണ്ടത്. സുക്കൂനുള്ള നൂൻ അല്ലെങ്കിൽ തൻവീൻ ഇതിന് ശേഷം യാ, വാവ്, മീമ്, നൂൻ എന്നീ അക്ഷരങ്ങൾ സംഭവിച്ചാൽ ചേർക്കുകയും മണിക്കുകയും ചെയ്യണം. ഷൈഇൻ വ എന്ന് പറയേണ്ട സ്ഥലത്ത് നമ്മൾ ചേർത്തു. ഷൈഇൻ വ ഇവ്വാന്നാക്കി. പിന്നെ അവിടെ മണിക്കുകയും ചെയ്തു. ഷൈഇൻ വ ഇലൈഹി തുർജഊൻ. ചില ആളുകൾ ഇലൈഹി തുർജഊൻ എന്ന് ഹാഇനെ നീട്ടിക്കൊണ്ട് ഇലൈഹി തുർജഊൻ എന്ന് ഓതാറുണ്ട്.
എന്നാൽ ഇലൈഹി തുർജഊൻ ഹാ പറഞ്ഞ ഉടനെ തന്നെ തൂ പറയണം. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. ശ്രദ്ധിക്കണം, തഫ്ഖീമാണ്. തുർജഊൻ, ഐനും ശ്രദ്ധിക്കണം. തുർജഊൻ, ഐനിന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം. സ്വദഖല്ലാഹുൽ അളീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നല്ല രീതിയിൽ ഓതാൻ, പ്രത്യേകിച്ച് യാസീൻ സൂറത്ത് നമ്മളൊക്കെ നിരന്തരമായി പാരായണം ചെയ്യുന്ന വ്യക്തികളാണ്. നമുക്ക് നല്ല രൂപത്തിൽ ഓതാൻ, തജ്വീദിന്റെ നിയമാനുസൃതം ഓതി അതിൻ്റെ അർഹമായ പ്രതിഫലം കരഗതമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പരിശുദ്ധ ഖുർആനിൻ്റെ മറ്റ് സ്ഥലങ്ങളിലൊക്കെയും ഇത് അനുസരിച്ചുകൊണ്ട് ഓതാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.